എല്ലാവർക്കും 90s വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അക്കായിയുടെ MX150 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേപ്പ് റെക്കോർഡർ നമ്മൾ റീസ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. പലർക്കും ഈ സെറ്റിനെ കുറിച്ച് അറിയാതിരിക്കാം, കാരണം പലരുടെ വീട്ടിലും ഉണ്ടായിരുന്നിരിക്കാവുന്ന ഒരു സെറ്റാണ്. കാരണം 1995 മുതൽ 2002 വരെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഇത് വളരെയധികം അവൈലബിൾ ആയിരുന്നു മാർക്കറ്റിലൊക്കെ. ഇപ്പോൾ എൻ്റെ കയ്യിലും ഇതേ സെറ്റ് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് പാട്ട് കേൾക്കാനും റേഡിയോ കേൾക്കാനൊക്കെ യൂസ് ചെയ്തിരുന്നൊരു സെറ്റായിരുന്നു അത്. പക്ഷേ പിന്നീട് അത് നശിച്ചു പോയി. അതിനുശേഷം ഞാൻ പിന്നീട് എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ വീണ്ടും അത് മറ്റൊരു സ്ഥലത്ത് നിന്ന് അറേഞ്ച് ചെയ്തതാണ്. തൽക്കാലം അതിൻ്റെ സ്പീക്കറൊക്കെ ഞാൻ മാറ്റി വെച്ചു. അതിൻ്റെ മെയിൻ യൂണിറ്റ് എടുത്തിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാണ്. ഓൾറെഡി ഞാൻ അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഞാനത് റിമൂവ് ചെയ്ത് മാറ്റി വെച്ചിരുന്നു. ഇനി അതിൻ്റെ സെൻട്രൽ യൂണിറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്നൊക്കെ. ഓക്കെ, അതിൻ്റെ രണ്ട് സൈഡിലും വയേഴ്സ് കണക്ഷൻസ് ഉള്ളതിനെ പെട്ടെന്ന് തന്നെ എടുക്കാൻ സാധിക്കില്ല ബോർഡുകളെ. പ്രധാനമായിട്ട് 4 PCB ആണ് ഇതിനകത്ത് വരുന്നത്. ഒരെണ്ണം കാസറ്റ് ഡെക്കിന്, ഒരെണ്ണം റേഡിയോയ്ക്ക്, പിന്നെ മറ്റൊന്ന് ഈക്വലൈസറും വോളിയം കൺട്രോളറും എല്ലാം അടങ്ങുന്ന ഒരു PCB, പിന്നെ ഒരെണ്ണം പവറിന് DC AC DC കൺവേർഷൻ റെക്ടിഫിക്കേഷനൊക്കെ ഉള്ള ഒരു ബോർഡ്. അങ്ങനെ 4 PCB ആണുള്ളത്. ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മോഡക്സ് കണക്ടറുകളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. പലയിടത്തായിട്ടും ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അതുപോലെ ഡെക്കിൽ നിന്ന് വരുന്ന സപ്ലൈ, അതുപോലെ തന്നെ ആംപ്ലിഫയറിലേക്ക് പോകുന്ന സപ്ലൈ, അതെല്ലാം ഡിഫറൻ്റായിട്ട് വ്യത്യസ്ത കണക്ടറുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് സർവീസബിലിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പം അത് റിമൂവ് ചെയ്യണം ആദ്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ബോർഡിലെ എല്ലാ കണക്ഷൻസും റിമൂവ് ചെയ്ത് എല്ലാ ബോർഡും ഇൻഡിവിജ്വലായിട്ട് പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട് പാനലിലെ വോളിയം കൺട്രോളിൻ്റെ നോബും അതുപോലെ ട്യൂണറിൻ്റെ നോബും അത് രണ്ടും ഫ്രണ്ട് പാനലിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് സ്ക്രൂ വെച്ചിട്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ റേഡിയോ ബോർഡ് ഇളക്കിയെടുക്കാൻ പറ്റൂ. അപ്പോൾ അത് ഇളക്കി നമ്മൾ ബോർഡ് എടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ റേഡിയോൻ്റെ ബോർഡ് പുറത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിൽ ട്യൂണിങ് സെക്ഷൻ കണ്ടില്ലേ, ചരടൊക്കെ വെച്ച് ഒരു പ്ലാസ്റ്റിക് കേസ് പോലെ ചെയ്തിട്ട് അതിനകത്ത് ഫ്ലൈ വീല് ചരട് വെച്ച് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വളരെ പണ്ടത്തെ ഒരു സിസ്റ്റം ഇങ്ങനെയായിരുന്നു കേട്ടോ. പിന്നീടാണ് ഇത് നൈലോൺ പോലുള്ള നൈലോൺ ഗിയർ സെറ്റപ്പ് പോലുള്ള ട്യൂണിങ് സിമ്പിളായി മാറി. പക്ഷെ പണ്ട് ഇതുപോലെ ചരട് വെച്ചാണ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് വളരെ ശ്രമകരമാണ്. ഞാൻ പണ്ട് ഇത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ പാടുപെട്ടു അത് പഴയ പോലെ ആ ചരട് പൊസിഷനിലേക്ക് തിരിച്ചു വയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഈ കാഴ്ച. പിന്നെ അതുപോലെ കുറച്ച് കണക്റ്റേഴ്സും അതുപോലെ കുറച്ച് വയേഴ്സ് സോൾഡർ ചെയ്തിട്ടുണ്ട് പവർ സൈഡിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി നമ്മൾ ഓരോ ബോർഡ് ഇൻഡിവിജ്വലായിട്ട് പുറത്തെടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അടുത്തായിട്ട് നമുക്ക് ടേപ്പ് ഡെക്കിൻ്റെ PCB നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് കുറേ സ്ക്രൂകളുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ആ സ്ക്രൂകളൊക്കെ ഓരോന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് നമുക്കത് ബോർഡ് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ടേപ്പ് ഡെക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എല്ലാ സ്ക്രൂസ് റിമൂവ് ചെയ്തു. എന്നിട്ട് ഇനി അത് സ്റ്റോപ്പ് അമർത്തിയാലേ അതിൻ്റെ ആ ഒരു ഡെക്ക് അതിൽ നിന്ന് വിടിയിക്കുള്ളൂ. ഓൾറെഡി ഒരു കാസറ്റ് കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എടുക്കാൻ പോരാൻ പാടായിരുന്നു. അപ്പോൾ അത് റിമൂവ് ചെയ്തപ്പോൾ അത് ടേപ്പ് ഡെക്ക് കിട്ടി. ഇത് കാണുമ്പോൾ തന്നെ വളരെ ഡസ്റ്റി ആയിട്ടിരിക്കുകയാണ്. ഇനി ഇത് ക്ലീൻ ചെയ്തിട്ട് മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ഞാൻ ആ ഡെക്ക് പുറത്തെടുത്തു. ഇനി ആ ഡെക്ക് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ റസ്റ്റ് ഓയിലും അതുപോലെ നമ്മൾ ഐസോപ്രോപ്പൈനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ പഴക്കമുണ്ട്. പക്ഷേ മറ്റു പ്രോബ്ലങ്ങൾ കേടായിട്ടൊന്നുമില്ല. കുറേ ഡസ്റ്റ് കയറിയിട്ടുണ്ടെന്നുള്ള പ്രോബ്ലമേ ഉള്ളൂ. ഓക്കെ, നമുക്കത് ഇതിൽ ആദ്യം ബ്രഷ് വെച്ച് നമുക്കൊന്ന് കളഞ്ഞിട്ട് പിന്നെ നമുക്ക് ഐസോപ്രോപ്പൈനും അതുപോലെ നമ്മുടെ റസ്റ്റ് ഓയിലും നമ്മുടെ ഹെഡൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ആക്കേണ്ടതുണ്ട്. കാരണം ഹെഡിലൊക്കെ കുറച്ച് റീലിൻ്റെ അഴുക്കും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ജസ്റ്റ് ക്ലിയർ ആക്കുന്ന ജോലി ചെയ്യുകയാണ്. കുറച്ചധികം നേരം ക്ലീൻ ചെയ്യാനുണ്ട്. ആദ്യം 1-2 തവണ ബ്രഷ് ഇട്ടു, പിന്നെ വീണ്ടും റസ്റ്റ് ഓയിൽ ഒഴിച്ചു, പിന്നെ വീണ്ടും ഐസോപ്രോപ്പൈൻ ഇട്ടു. അങ്ങനെ 1-2 സ്റ്റെപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യം കരുതി ഇതെല്ലാം ഒന്ന് പുറത്തെടുത്തിട്ട് ഇതിൻ്റെ ഓരോ കമ്പോണൻസും, അതായത് ഓരോ ബട്ടനും അതുപോലെ കുറച്ച് ഹെഡ് എടുക്കുന്നില്ല, മറ്റു കാര്യങ്ങളൊക്കെ ഈ ബാക്കിലെ മോട്ടറും എല്ലാം എടുത്തുനിന്ന് ഇലക്ട്രിക്കൽ അല്ലാത്ത പോർഷൻസൊക്കെ ഒന്ന് വാഷ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് സാധ്യമല്ല. അത് വളരെ ടഫാണ്. കാരണം കുറേ ചെറിയ ചെറിയ സ്പ്രിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ റീസെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പോൾ ഇതിന് മൊത്തത്തിൽ എടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ക്ലീൻ ആക്കാവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതുപോലെ എടുക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ എടുക്കുന്നുണ്ട്.
അല്ലാത്തവ അങ്ങനെ തന്നെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അവിടെ അടിയിലത്തെ കുറേ ഭാഗങ്ങൾ പോർഷൻസ്, അതായത് ബട്ടണുകളുടെ അടിയിലൊന്നും പൂർണ്ണമായിട്ട് ക്ലീൻ ആയിട്ടില്ല. അപ്പം അത് മറ്റേതെങ്കിലും രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ റേഡിയോൻ്റെ ബോർഡ് അത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് പോർഷൻ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒട്ടിച്ചെടുക്കാനുള്ളൊരു ശ്രമമാണ് ഈ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ട്യൂഡിങ് വയർ മെക്കാനിസം അത് നമുക്ക് ശരിയാക്കണം. അതിന് മുമ്പ് ഈ പൊട്ടിയതൊന്ന് ശരിയാക്കണം. ഓക്കെ, ആ പൊട്ടിക്കുന്ന ഭാഗങ്ങൾ ഞാൻ കാണിക്കുന്നില്ല, സമയം നീണ്ടു പോകുന്നുണ്ട്, അതൊക്കെ സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ സപ്പോർട്ടിങ് പി സി ബികൾ ഓരോന്നായിട്ട് നമുക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് പവർ സപ്ലൈ പി സി ബി, പിന്നെ അതുപോലെ കറിയോക്കെ അല്ലെങ്കിൽ മൈക്ക് അതിൻ്റെ ഒരു പി സി ബി ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഇക്വലൈസറും മറ്റു കൺട്രോൾസൊക്കെ അടങ്ങുന്ന ഒരു പി സി ബി ഉണ്ട്, അതാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഫ്രണ്ട് പാനൽ കേസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈക്വലൈസറിൻ്റെ ബോർഡ് നമ്മൾ റിമൂവ് ചെയ്തു. ഈക്വലൈസറിൻ്റെ ബോർഡിനകത്തുള്ള എല്ലാ കണക്ഷൻസും എടുത്തു. ഇനി നമ്മളെ പാനൽ മാത്രമായിട്ട് സംഭവം നമുക്ക് കിട്ടി. അതിൻ്റെ മുമ്പ് ഒരു കരിയോക്കയുടെ ഒരു ബോർഡും കൂടെ ഉണ്ട്, കരിയോക്ക അല്ലെങ്കിൽ മൈക്ക് ആ ഓപ്ഷൻസ് കൂടെ. അപ്പോൾ അതും കൂടെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആ കേസ് നമുക്ക് പൂർണ്ണമായിട്ട് എടുക്കാൻ സാധിക്കും. ഞാൻ റിമൂവ് ചെയ്ത ബോർഡുകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഈക്വലൈസർ ബോർഡ്. ഈക്വലൈസർ ബോർഡിൽ വിവിധ ഓപ്ഷൻസ് ഉണ്ട്, റേഡിയോ ടൈപ്പ് അങ്ങനെയുള്ള ഓപ്ഷൻസ്, ഓക്സ് ഓപ്ഷൻസ്, അതുപോലെ ഈക്വലൈസറിൻ്റെ ഓരോ ഫ്രീക്വൻസി സെറ്റ് ചെയ്യുന്ന ഓപ്ഷൻസും, പിന്നെ ട്രാൻസ്ഫോമർ, പിന്നെ അതിൻ്റെ റെക്ടിഫയർ ബോർഡ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള സംഭവങ്ങൾ. ഓക്കെ, ഇനി പ്ലാസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ ഭാഗങ്ങൾ, സെറ്റിൻ്റെ ഭാഗങ്ങൾ നമ്മൾ കഴുകിയെടുക്കുകയാണ്. അത് ജസ്റ്റ് വെള്ളത്തിലിട്ട് വെള്ളം സോപ്പും ഉപയോഗിച്ച് കഴുകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, രാവിലത്തെ വെയിൽ കണ്ടപ്പോഴാണ് ഞാൻ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ കുറച്ച് കഴിയുമ്പം മഴ പെയ്തു. പക്ഷേ എങ്കിലും നമ്മുടെ കുറച്ച് സമയം വെയിലുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ഈ രണ്ട് സാധനങ്ങൾ നമ്മുടെ അത് ഉണങ്ങി കിട്ടി. ഓക്കെ, നമ്മുടെ പാർട്ടുകളൊക്കെ നല്ല ക്ലീനായി വെളുത്തിരിക്കുന്നുണ്ട്, വൃത്തിയാക്കിയിട്ട്. ഇനി നമുക്ക് അസംബ്ലിംഗ് ആണ് ബാക്കിയുള്ളത്. ഇനി ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് ഒന്നൊന്നായിട്ട് നമുക്ക് അസംബിൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് വെക്കാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറും അതുപോലുള്ള പവർ സൈഡ്സാണ് ആദ്യം അസംബിൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ സ്ലോട്ട്സിലും സ്ക്രൂ വെച്ചിട്ട് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ട്രാൻസ്ഫോമർ, അതുപോലെ റെക്ടിഫയർ ബോർഡ്, അതുപോലെ ഒരു പവർ കോഡ് കണക്ടർ, ഇത് മൂന്നാണ് അതാണ് ആദ്യം ഇപ്പം ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്തത് നമുക്ക് ഈക്വലൈസർ ബോർഡിൻ്റെ അസംബ്ലിംഗ് ആണ്. ഈക്വലൈസർ ബോർഡ് അസംബ്ലിങ്ങിന് മുമ്പ് ജസ്റ്റ് ആ ബോർഡിനെ കുറിച്ചൊന്ന് പറയാണ്. ഇത് കുറേ സംഭവങ്ങൾ ഇത് ഇൻബിൽറ്റ് വന്നിട്ടുണ്ട്. പ്രീ ആംപ്ലിഫയർ, അതുപോലെ ഓരോ ഫ്രീക്വൻസിനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈക്വലൈസർ, ലീനിയർ റെസിസ്റ്റേഴ്സ്, പിന്നെ ഒരു ഇൻബിൽറ്റ് മൈക്ക്, അതിൻ്റെ വോളിയം കൺട്രോളർ, ഹെഡ്ഫോണ്, പിന്നെ അതുപോലെ തന്നെ പവർ സ്വിച്ച്, പിന്നെ അതുപോലെ റേഡിയോ, ഓക്സ്, ടൈപ്പ്, ഇത് 3 ഓപ്ഷൻസ്, പിന്നെ ഡബ്ബിങ്ങിൻ്റെ സെറ്റിങ്സ്, അതുപോലെ ബീറ്റിൻ്റെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിട്ടുള്ള ഒരു ബോർഡാണിത്. ഇത് പൂർണ്ണമായിട്ട് കൺട്രോൾ ബോർഡാണ് വരുന്നത്. പിന്നെ ഇതിൽ നിന്ന് മറ്റു സെക്ഷനിലേക്ക്, റേഡിയോ സെക്ഷനിലേക്കും ആംപ്ലിഫയർ സെക്ഷനിലേക്കൊക്കെ മോളക്സ് കണക്റ്റേഴ്സ് പോകുന്നുണ്ട്. ഇതിന് സബ്ബായിട്ടാണ് ആ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു മൈക്കിൻ്റെ സെക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അത് വെക്കേണ്ട കാര്യങ്ങൾ നോക്കാം. അതിനെ വെച്ചിരിക്കുന്ന സ്ക്രൂസൊക്കെ റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് വീണ്ടും ഫിക്സ് ചെയ്യാനുള്ള പരിപാടി ചെയ്യണം. ഓക്കെ, ഇനി കാസറ്റ് ഡെക്ക് വയ്ക്കുന്ന സെക്ഷനാണ് ഇനി അടുത്തത്. ഡെക്കൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ കാസറ്റ് ബോർഡും വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബെൽറ്റ് മാറിയിരുന്നു, ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നില്ല, അത് ഞാൻ എൻ്റെ കയ്യിലുള്ള ബെൽറ്റ് ഇട്ടിരുന്നു, അത് ജസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, ഇനി ഇതിൽ കുറേ സ്ക്രൂസ് ഉണ്ട്. ആ സ്ക്രൂസൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി സ്ക്രൂസും മറ്റു കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇനി ചെയ്യുന്നത്. ഇത് ഡബിൾ ഡെക്ക് സിസ്റ്റമാണ്. ഒരു മോട്ടർ വെച്ചിട്ട് രണ്ടിലേക്കും ബെൽറ്റ് വെച്ച് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു മോട്ടർ തിരിയുമ്പം 2 ഫ്ലൈ വീൽസും തിരിയും. അങ്ങനെ എന്നിട്ട് നമുക്ക് ഏതിലാണ് പ്ലേ അടിക്കുമ്പോൾ അതിൻ്റെ എനർജി പ്ലേ ഓപ്ഷനിലേക്ക്, ഏത് ഡെക്കാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ആ ഡെക്ക് പ്ലേ ഓപ്ഷനിലേക്ക് മാറും. അങ്ങനെയാണ് ചെയ്യുന്നത്.
ഓക്കെ. അപ്പം ഇത് ഫുൾ ടൈം ഇതിൻ്റെ ഒരു വീല് തിരിഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഓൺ ആകുമ്പോൾ അനുസരിച്ച് രണ്ടിൻ്റെയും ഒരു വീല് തിരിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ലോഡ് ആവത്തില്ല. ലോഡ് ആവുമെങ്കിൽ പ്ലേ ബട്ടൺ അമർത്തിയാലേ അത് പർട്ടിക്കുലർ ഡെക്ക് ഏതാണോ അത് ലോഡാവും. അങ്ങനെയാണ് സംഭവം ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഗ്രീസ് ഇട്ടിട്ട് ഇതിൻ്റെ ഡെക്ക് സ്ക്രൂസ് എല്ലാം ടൈറ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ ഇതിപ്പോൾ കൊറോസീവായി കാര്യങ്ങളൊക്കെ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുകയാണ്. ഓക്കെ, ഇനി കാസറ്റ് ഡെക്കിൻ്റെ PCB അസംബിൾ ചെയ്യാൻ പോവുകയാണ്. അത് അതിന് ഡിഫറെൻറ്റ് സ്ലോട്ട്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ PCB വെക്കുന്നതിന് വേണ്ടിയിട്ട് ആ സ്ലോട്ട്സിൽ കറക്റ്റായിട്ടിരുന്നു. അതുപോലെ തന്നെ PCBയിൽ കട്ടൗട്ട്സ് ഉണ്ട്. കട്ടൗട്ട്സ് പ്രോപ്പറായിട്ട് അതിൻ്റെ മെക്കാനിക്കൽ ഗ്രൂവ്സിനകത്ത് ഇരുന്നു. ഇനി അതുപോലെ നമുക്ക് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യുകയാണ് അതിന് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ കാര്യങ്ങൾ എന്താ വെച്ച് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ആംപ്ലിഫയർ ബോർഡ് നമുക്ക് ജസ്റ്റ് നോക്കാം. ആംപ്ലിഫയർ ബോർഡ് റേഡിയോ ബോർഡിൻ്റെ കൂടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് LA4508 എന്ന് പറഞ്ഞാൽ 8.5 വാട്ട് ഔട്ട് കിട്ടുന്ന ഒരു സ്റ്റീരിയോ IC ആണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ പവർ ആംപ്ലിഫയർ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹീറ്റ് സിങ്കിൻ്റെ കൂടെ ഹീറ്റ് സിങ്ക് പേസ്റ്റൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് റീപ്ലേസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് പേസ്റ്റ് ഉണ്ട്, ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇതിനെ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്.